ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്തുള്ള ജി ബിൽ ഇന്ന് ലോക്സഭ ചർച്ച ചെയ്യും. ബില്ല് JPCക്ക് വിടാനും സാധ്യതയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുക ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അന്ധത മാറ്റാൻ വേണ്ടി ഗാന്ധിസം ഉപയോഗിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഗാന്ധിജിയുടെ പ്രാധാന്യം കുറയ്ക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു. എന്തൊരു വൈരുദ്ധ്യം. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ അത് അദ്ദേഹം ഇല്ലാതായി വർഷങ്ങൾക്ക് ശേഷവും ലോകത്തെ പല രാജ്യങ്ങളും ഇന്നും പിന്തുടരുകയാണ്. അതിലേക്ക് പുതിയതായി ആ ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉള്ള ഒരു പദ്ധതി രാജ്യത്തെ 13 കോടിയിലേറെ ജനങ്ങൾക്ക്, അതിസാധാരണക്കാരായ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്ന ഒരു പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. ഈ പുതിയ ബില്ല് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ജി എന്ന പുതിയ ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്തുണ്ട്. ഈ ബില്ല് കഴിഞ്ഞ ദിവസം കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ അവതരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ആ ബില്ലിൽ ചർച്ച ചെയ്യും. ചർച്ചയ്ക്കായി ബില്ല് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കടുത്ത പ്രതിഷേധം ഉയർത്തുക എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസ് ജില്ലാ ആസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ മറ്റ് മണ്ഡലം അടിസ്ഥാനത്തിലും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പാർലമെന്റിലും പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഇന്ന് സഭാ കവാടത്തിൽ ഉണ്ടാകും. ഇന്ന് രാവിലെ സഭ സമ്മേളിക്കുന്നതിന് മുൻപായി 9:30 മല്ലികാർജുൻ ഖാർഗെ AICC അധ്യക്ഷനും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായിരിക്കും പാർലമെന്റിൽ ഇന്ന് സ്വീകരിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന കാര്യം അദ്ദേഹം ഇന്ന് വിശദീകരിക്കും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം ബില്ലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. ബില്ല് ഇന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അതേസമയം ഈ സർക്കാരിന് ഈ ബില്ല് ഇന്ന് പാസ്സാക്കുന്നതിന് പകരം JPCക്ക് വിടാനുള്ള ഒരു ആലോചനയുണ്ട്. അത്തരത്തിലൊരു ധാരണയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം BJP NDA സഖ്യങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാന സർക്കാരുകളും ബില്ലിലെ വ്യവസ്ഥകളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും 40% ഈ വേതനത്തിന്റെ ബാധ്യത സംസ്ഥാനങ്ങൾക്ക് വഹിക്കേണ്ടി വരും എന്നുള്ളതിൽ ആശങ്കയുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ തൊഴിൽ ദിനങ്ങൾ സംബന്ധിച്ചുള്ള ചില നിയന്ത്രണങ്ങളും ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല ആശങ്കകൾ സംസ്ഥാനങ്ങൾ പങ്കുവച്ച ഘട്ടത്തിൽ ഈ ബില്ല് JPCക്ക് വിടാം എന്ന ഒരു ആശയവിനിമയം സർക്കാരുമായി ഈ ഇത്തരം NDA സംസ്ഥാന സർക്കാരുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും അതേസമയം ആണവോർജ്ജ ബില്ലും ഇന്ന് പാർലമെന്റിൽ വരുന്നുണ്ട്. ആ ബില്ല് പാസ്സാക്കിയെടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ഏത് തരത്തിൽ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളതും നിർണായകമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.